മാന്യ പ്രേക്ഷകരെ, ഈ നീതി തേടി എന്ന നടരാജ് ഷോ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നല്ലൊരു ഓണത്തിൻ്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഈ വീഡിയോ എല്ലാവരും മുഴുവനുമായി കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. കാരണം ഇപ്പോൾ ഈ വീഡിയോ ഞാനിങ്ങനെ ചെയ്യുവാനുള്ള ഒരു പ്രധാന കാരണം, എല്ലാവരും പറയുന്നു എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം പറയുന്നില്ല. അപ്പോൾ എൻ്റെ ഈ ഷോയിലൂടെ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നില്ലേ എന്ന് ചോദിച്ചാൽ എനിക്ക് അഭിപ്രായമുണ്ട്. അപ്പോൾ ആ അഭിപ്രായം പറയുവാൻ കൂടി വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതായത്, നമ്മളുടെ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നമ്മളുടെ ജനപ്രതിനിധികളെ അധികാര സ്ഥാനങ്ങളിലേക്ക് പറഞ്ഞു വിടുന്നത് ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് അവരെ കാണുന്നത്. അപ്പോൾ ആ ജനപ്രതിനിധികൾ ഇലക്ഷൻ സമയത്ത് ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങളും എല്ലാം അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടം ചെറുപ്പക്കാരനാണ്. ഏത് കാര്യങ്ങൾക്കും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വളരെയേറെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു ചെറുപ്പക്കാരനാണ് എന്നാണ് പൊതുവെ വരുന്ന അഭിപ്രായങ്ങൾ. അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചാണ് ഇപ്പോൾ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ആരോപണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടിയും അത്ഭുതത്തോടു കൂടിയൊക്കെയാണ് നമ്മൾ ഇത് കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങൾ, ഈ കാര്യങ്ങൾ വളരെ അത്ഭുതപ്പെടുത്തുകയാണ് നമ്മുടെ കേരള ജനത്തെ. അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി പാലക്കാട്ടെ ജനങ്ങൾ ആ ചെറുപ്പക്കാരനെ തിരഞ്ഞെടുത്തു. അദ്ദേഹം ഒരു MLA ആയി. അദ്ദേഹത്തിന് സ്വന്തം മണ്ഡലത്തിൽ ഇപ്പോൾ കടന്നു ചെല്ലുവാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തിലുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ അധികാര സ്ഥാനം, ആ സ്ഥാനത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉണ്ടെന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. ഇനി അദ്ദേഹത്തിന് നമ്മളുടെ അസംബ്ലിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ കേരള സമൂഹം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളുടെ ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെയും നമ്മളുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെയും നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഈ ആനയും ആടും പോലെയാണ്. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. കാരണം രാഷ്ട്രീയത്തിലേക്ക് കടന്ന് സംസാരിച്ചാൽ തൻ്റെ പ്രസ്ഥാനത്തിലെ ആരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ തെറ്റുകുറ്റങ്ങൾ ആ പ്രവർത്തകന് സംഭവിച്ചു പോയാൽ ആ സഹപ്രവർത്തകനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ പ്രശ്നം വളരെ ശാന്തമായ രീതിയിൽ, ഒന്നുമല്ലാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്ത് കടുവയുടെ മുൻപിലേക്ക്
എറിഞ്ഞു കൊടുക്കാതെ ആ സഹപ്രവർത്തകനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന അനുഭവങ്ങൾ നമ്മളുടെ മുൻപിൽ ഉണ്ട്. ഈ കാര്യത്തിൽ നമ്മളുടെ സംസ്ഥാന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വളരെ മിടുക്കനാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും സഖാക്കൾക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുള്ള സമയത്തൊക്കെ തള്ളിക്കളയാതെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെയാണ് ഒരു ഭരണാധികാരിയുടെ ആ ശക്തിയെക്കുറിച്ചും കഴിവിനെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആര് ഭരിച്ചാലും ഭരിക്കുമ്പോൾ ഭരണത്തിൽ കുറവുകളും കുറ്റങ്ങളും പോരായ്മകളും ആരോപണങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകന് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ തെറ്റുകുറ്റങ്ങൾ വന്നത് മനസ്സിലാക്കിക്കൊണ്ട് കടുവകളുടെ വായിലേക്ക് മുൻപിലേക്ക് എറിഞ്ഞു കൊടുക്കാതെ തൻ്റെ മാറോട് ചേർത്ത് നിർത്തി സംരക്ഷിക്കുന്ന ആ ഒരു സംവിധാനത്തെയാണ് ഒരു ഭരണാധികാരിയുടെ കഴിവെന്ന് പറയുന്നത്. ഈ കഴിവ് ശ്രീ സുധാകരൻ സഖാവിലും, സഖാവെന്ന് ഞാൻ പറയുകയാണ്, സുധാകരൻ നേതാവിലും ഈ കഴിവുണ്ട്. അദ്ദേഹവും ശക്തനാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി അണികൾക്ക് ആവേശവും ആത്മധൈര്യവും കൊടുത്തുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള തന്ത്രങ്ങളും കഴിവും ആർജവവും കെ സുധാകരനുണ്ട്. അത് അദ്ദേഹം പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. ആ ശക്തിയും ബലത്തിലും ജനങ്ങൾ വിശ്വസിക്കുന്നു. അത് നമ്മളുടെ കണ്ണൂർ ജില്ലയിലുള്ള ജനങ്ങൾ മാത്രമല്ല, കേരളത്തിലുള്ള ജനങ്ങൾ എമ്പാടും അത് മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവിനെക്കുറിച്ച്. സുധാകരൻ നേതാവ് ആ സ്ഥാനത്ത് നിന്ന് പോയതിന് ശേഷം ഇപ്പോൾ നമ്മളുടെ കോൺഗ്രസ് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. എനിക്ക് ഏതെങ്കിലും നേതാക്കന്മാരോട് പ്രത്യേക വൈരാഗ്യമോ വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ നിഷ്പക്ഷമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയേണ്ടി വരും. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരൻ നേതാവ് പോയതിന് ശേഷം നമ്മളുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അമ്പെ പരാജയമാണെന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തിനോട് എനിക്ക് യാതൊരു വെറുപ്പുമില്ല, അല്ലെങ്കിൽ വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേരിൽ വന്ന ഈ പ്രശ്നങ്ങൾ തൻ്റെ അനുജനായിട്ടും കൂടപ്പിറപ്പായിട്ടും ജനങ്ങൾക്ക് തോന്നിയിരുന്നു. സതീശൻ്റെ സ്വന്തം അനുജനെ പോലെ സഹോദരനെ പോലെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്നതായിട്ട് ജനങ്ങൾക്ക് തോന്നിയിരുന്നു. അതെനിക്കും തോന്നിയിരുന്നു. അദ്ദേഹം അസംബ്ലിയിലും മറ്റുമൊക്കെ സംസാരിക്കുമ്പോൾ, വളരെ നിയമസഭയിലൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ഗർജനമായിട്ട് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേരിലെടുത്ത തീരുമാനം അത് വേണ്ടായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയകളിലൂടെ, ആ മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ ഭൂരിപക്ഷം അഭിപ്രായങ്ങളും. ഇത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ഒരു ആരോപണം വന്നു, അത് പ്രതിപക്ഷ നേതാവിൻ്റെ മകളോ അല്ലെങ്കിൽ മകളെപ്പോലെ കാണുന്ന ഒരു സഹോദരിയെ, ആ സഹോദരിയും ആ സഹോദരിയുടെ കൂട്ടത്തിലുള്ള മറ്റ് ചില സഹോദരിമാരും കൂടിയൊക്കെ ഉന്നയിച്ചു കൊണ്ട് വന്നിട്ടുള്ള ആരോപണങ്ങളും കാര്യങ്ങളുമൊക്കെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടം
ഒരു MLA ആണ്, അധികാര സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ഒരാളാണ്. കേരള ജനങ്ങൾ, പ്രതിപക്ഷം ഉൾപ്പെടെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. അമ്മമാരും സഹോദരിമാരും ഒക്കെ പ്രായഭേദമെന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെയും അതുപോലെ ഷാഫി പറമ്പിലിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്നു, അവരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് ചത്ത് കിടന്ന അവസ്ഥയിൽ കിടന്ന കോൺഗ്രസ്സിനെ ജീവശ്വാസം കൊടുത്ത് ഉണർത്തി മുന്നോട്ട് കൊണ്ടുവന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളവരാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിൽ ഒക്കെ. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അവിടെ നമ്മളുടെ ചാണ്ടി ഉമ്മനും രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിൽ അതുപോലെയുള്ള മറ്റ് പല നേതാക്കന്മാരുടെയും പ്രകടനങ്ങൾ കേരള ജനങ്ങളെ, അവരുടെ മനസ്സിനെയും അവരുടെ ചിന്തകളെയും സന്തോഷിപ്പിച്ചു. കാരണം എന്താണെന്നറിയാമോ? ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വീടാന്തരം കയറി ഇറങ്ങി ജനങ്ങളെ നേരിൽ കണ്ട് ജനങ്ങൾക്ക് ഇവരുടെ പ്രവർത്തനവും സംസാരവും ഒക്കെ കണ്ടും കേട്ടും അനുഭവിച്ചും കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് തന്നെ സ്വാഭാവികമായി ഒരു ഊർജം ലഭിച്ചു. ആ ഒരു കൂട്ടായ്മ കേരള സമൂഹം അത് കണ്ട് സന്തോഷിച്ചു. പ്രതിപക്ഷവും ഇത് കണ്ട്, നമ്മളുടെ CPM ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളും സഹാക്കളും ഒക്കെ ഇത് കണ്ട് അവരും ഞെട്ടലോടുകൂടി അത്ഭുതത്തോടു കൂടിയാണ് ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ചില പ്രശ്നങ്ങളുടെ പേരിൽ രാഹുൽ മാങ്കൂട്ടം ഒരു MLA ആയി അദ്ദേഹം ഒരു അധികാര സ്ഥാനത്തെത്തി, അദ്ദേഹത്തിന് സാമ്പത്തിക സൗകര്യങ്ങളായി പേരും പ്രശസ്തിയുമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ കൊണ്ടുവന്ന് നമ്മളുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ മുമ്പിൽ ഇട്ടുകൊടുത്തപ്പോൾ, ഈ VD സതീശൻ എന്ന് പറയണം നമ്മളുടെ പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ടായിരുന്നു. ആ സഹോദരിമാരാരായാലും, വളർത്തുമകളായാലും മകളെപ്പോലെ കാണുന്നതായാലും ആരായാലും ഒരു പ്രശ്നം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പരാതി ബോധിപ്പിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കണം. അയാളുടെ പേരിൽ എന്തെങ്കിലും കുറവുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം കേട്ടിട്ട്, ഇരു കൂട്ടരുടെയും കേട്ടിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അങ്ങനെ ഒരു തീരുമാനമുണ്ടാക്കി ഇലക്കം മുള്ളിനും ദോഷമില്ലാത്ത രീതിയിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഒരു വളർത്തച്ഛനെന്നുള്ള നിലയിലും ഒരു ചേട്ടനെന്നുള്ള നിലയിലും ഇരു കൂട്ടരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനൊരു പരിഹാരമുണ്ടാക്കുവാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശന് കഴിയണമായിരുന്നു. എന്തുകൊണ്ട് അതിന് VD സതീശൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടത് ചെയ്തില്ല? അദ്ദേഹം ഇതെല്ലാം മനസ്സിലാക്കി ഇതിനൊരു ശാശ്വതമായ ഒരു തീരുമാനമെടുക്കുവാൻ സാധിക്കാതെ വളർത്തുമകള് അല്ലെങ്കിൽ മറ്റ് അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നമ്മുടെ സഹോദരിമാരുടെ ആ വാക്കുകൾ മാത്രം കേട്ടുകൊണ്ട് സഡനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അദ്ദേഹത്തിൻ്റെ ആ പദവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരവും പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് തോന്നുന്നത് കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും നല്ല ഒരു പ്രതിപക്ഷ നേതാവ് എടുക്കേണ്ട തീരുമാനമായിരുന്നു. ആ പ്രതിപക്ഷ നേതാവിനെ വാനോളം ജനങ്ങൾ പുകഴ്ത്തും. ഇത്രയും ശക്തമായ സത്യസന്ധമായ നടപടി സ്വീകരിച്ചതിനാൽ പ്രതിപക്ഷ നേതാവിനെ വാനോളം പുകഴ്ത്തും, വാഴ്ത്തിപ്പാടും എന്നൊക്കെയാണ് അദ്ദേഹം കരുതി ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അവിടെ പിഴച്ചു കാര്യങ്ങൾ. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഈ പ്രശ്നം ഇത് നമ്മളുടെ ഭരിക്കുന്ന സർക്കാരിൻ്റെ കയ്യിലേക്ക് ഈ പ്രശ്നം കിട്ടുകയാണ്.
ഇങ്ങനെ ഒരു സാഹചര്യം നമ്മളുടെ ഗവൺമെൻറ്റിലേക്ക് പോകുവാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ആരാ? അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ മാത്രം ഒരു നടപടി കർശനമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രത്യേക ഒരു നിർബന്ധമായ രീതിയിലുള്ളൊരു തീരുമാനം എടുക്കണമെങ്കിൽ നമ്മളുടെ UDF-ൽ തന്നെ 2 MLA-മാരില്ലേ? കുറ്റാരോപിതരായിട്ടുള്ള 2 MLA-മാർ ഇരിപ്പില്ലേ? അവരുടെ പേരിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലെടുത്ത നടപടി എന്തുകൊണ്ട് ഈ UDF-ലുള്ള 2 MLA-മാരുടെ പേരിൽ എടുത്തില്ല എന്ന് ചോദിക്കാൻ പൊതുസമൂഹത്തിന് അവകാശമില്ലേ? അതവിടെ നിൽക്കട്ടെ. ഈ നമ്മളുടെ MLA-മാരായിട്ടുള്ള നമ്മളുടെ മഹിളാ കോൺഗ്രസിൻ്റെ വനിതാ സഹോദരിമാരെ കേട്ട പാതി കേൾക്കാത്ത പാതി മീഡിയയുടെ മുമ്പിൽ വന്നിട്ടാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, നടപടിയെടുക്കണം എന്നൊക്കെ പറയുന്നത്. ഈ മാന്യ സഹോദരിമാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്കൊക്കെ വേണ്ടി അസാന്ദ്ര പരിശ്രമം നടത്തിയിട്ടുള്ള ആളാണ് ഈ രാഹുൽ മാങ്കൂട്ടം. നിങ്ങളുടെ ഒരു സഹോദരനാണ്. നിങ്ങൾ ഉൾക്കൊള്ളുന്ന പാർട്ടിയിലെ ഒരു നല്ലൊരു പാർട്ടി പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒരു പരാതിയായിട്ട് ഇതുവരെ വന്നിട്ടില്ല. സാധാരണ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പാർട്ടിക്കുള്ളിൽ പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ആ സഹോദരിമാർക്ക് സ്ഥലം പോലീസ് സ്റ്റേഷൻ മുഖേന ഒരു പരാതി കൊടുക്കാം. അവിടെയും അവർക്ക് നീതി കിട്ടിയില്ലെങ്കിൽ അവർക്ക് നമ്മളുടെ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാം. ഇതൊന്നും ചെയ്യാതെ ഈ അവിഹിതമായ ഗർഭത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടും ചാറ്റ് ചെയ്ത പേര് പറഞ്ഞുകൊണ്ടും എവിടെയോ ഇരുന്നു കൊണ്ട് കാണാമറയത്തിരുന്നു കൊണ്ട് ഏതോ നമ്മുടെ സഹോദരിമാർ ഇങ്ങനെ തൊടുത്തുവിടുന്ന ഈ അമ്പുകൾ, ഇത് നമ്മളുടെ കേരളത്തിലെ നമ്മുടെ ബഹുമാന്യരായ അമ്മമാർക്കും സഹോദരിമാർക്കും മാത്രമല്ല കേരള സമൂഹത്തിനാകെ അപമാനകരമാണ്. നമ്മുടെ സഹോദരിമാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും മനഃപൂർവ്വം നമ്മുടെ സഹോദരിമാർക്ക് ആർക്കെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അവർക്ക് വേണ്ടി സംസാരിക്കുകയും അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും അവർക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന നിരവധി ആണുങ്ങൾ, ചെറുപ്പക്കാർ, വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ള നിരവധി ആളുകൾ, നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി ചെറുപ്പക്കാർ ഉണ്ടെന്നുള്ള കാര്യം കൂടി നമ്മുടെ മാന്യ സഹോദരിമാർ മനസ്സിലാക്കണം. നിങ്ങൾ ഒരിക്കലും നമ്മളുടെ കേരളത്തിലുള്ള നീതിബോധമുള്ള ചെറുപ്പക്കാർ തള്ളിപ്പറഞ്ഞിട്ടില്ല. ചേർത്ത് നിർത്തി നിങ്ങളെ സംരക്ഷിച്ചിട്ടേ ഉള്ളൂ. പ്രശ്നം ന്യായമായിരിക്കണം. ഇവിടെ സംഭവിച്ചത്, ഇത് എവിടെയോ ഏതോ ഒരു അജ്ഞാത സങ്കേതത്തിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെ പറഞ്ഞു വിടുന്നു, എന്തൊക്കെ തൊടുത്തു വിടുന്നു, മാധ്യമങ്ങൾ വഴി വിചാരണ ചെയ്യുന്നു, അത് വലിയ വാർത്തകളാകുന്നു. ഇതൊക്കെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ മൊത്തം മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് വളർന്നു വരുന്ന പുതുതലമുറ ചെറുപ്പക്കാർ, അതെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും, ഇപ്പം ഞാനിപ്പോൾ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിലുള്ള പ്രശ്നം മാത്രം എടുത്തല്ല ഞാൻ പറയുന്നത്. നമ്മളുടെ LDF-ലെ CPM ആ രാഷ്ട്രീയ പാർട്ടികളിലും പലരുടെയും പേരിൽ ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്, കേസുണ്ട്, പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ്. അതും ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ അതുമൊക്കെ ഒരു കള്ളപ്രചരണമല്ലായിരുന്നോ? അല്ലെങ്കിൽ അതൊക്കെ അപമാനപ്പെടുത്തി അവരെ തേജോവധം ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ലേ? അല്ലെങ്കിൽ ഇത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ചെയ്തതല്ലേ
ഇവരുടെ പേരും പ്രശസ്തിയും ഒക്കെ തേജോവധം ചെയ്യുമ്പോൾ അതിനെ ഭയന്ന് നാണവും മാനവും കൊണ്ട് കുറേ പണം കൊടുത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഒതുക്കി തീർത്ത് ആ ധനത്തിന് വേണ്ടിയല്ലേ അല്ലെങ്കിൽ ആ പണത്തിന് വേണ്ടിയല്ലേ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നമ്മുടെ കേരള സമൂഹം ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ കുറ്റം പറയാൻ പറ്റില്ല. പല നമ്മളുടെ സഖാക്കളും എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ ഇത്തരം പ്രശ്നങ്ങളിൽ അവരും ഇന്ന് പ്രശ്നങ്ങളിൽപ്പെട്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ അത് ചെയ്തില്ലേ, ഞങ്ങൾ ഇത് ചെയ്തുമ്പോൾ നിങ്ങളത് ചെയ്തില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയല്ല വേണ്ടത്. പൊതുജനത്തിൽ, പൊതുസമൂഹത്തിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മളുടെ എല്ലാ സഖാക്കളും എല്ലാ നേതാക്കന്മാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരാളെയും തകർക്കുവാൻ, നിമിഷ നേരം കൊണ്ട് തകർക്കുവാൻ ഈ പെൺ വിഷയം ഇന്നൊരു പ്രധാന ഘടകമാക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ നമ്മളുടെ മുൻപിലുണ്ട്. ഇപ്പോൾ നമ്മളുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യം എടുത്താൽ നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഞാൻ ഓരോരുത്തരുടെ പേരുകളൊന്നും പറയുന്നത്, ഇതെല്ലാം കേരള സമൂഹത്തിന് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും, ഇതിപ്പോൾ BJPയിലായാലും CPMലായാലും UDFലായാലും ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്താലും ഈ വരുന്നത് മുഴുവനും പെൺവിഷയങ്ങൾ. ഇതെങ്ങനെ നമുക്ക് ഇല്ലായ്മ ചെയ്യുവാൻ പറ്റും, എങ്ങനെ നമ്മൾക്ക് ഇതിൽ നിന്ന് ഇവരെ ബോധവൽക്കരിക്കാൻ പറ്റും എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കണമെന്ന് അറിയാമോ? കേരള സമൂഹത്തിന് വലിയൊരു നഷ്ടമാണ്. ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുവാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാനും ഇപ്പോൾ സമയമില്ല. എല്ലാവരും ഈ അവിഹിത ഗർഭത്തിൻ്റെ പുറകെയും ഇത്തരം പ്രശ്നങ്ങളുടെ പുറകെയും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ നമ്മുടെ കേരളം എവിടെ ചെന്ന് അവസാനിക്കും? നമ്മൾ തമിഴ്നാട് നോക്കൂ. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ആ തമിഴ്നാടിൻ്റെ വളർച്ചയും പുരോഗതിയും ഇന്ന് എത്രമാത്രം മുൻപന്തിയിലാണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, കണ്ടുപിടിക്കണം. അവിടെ അഴിമതിയും മറ്റ് പ്രശ്നങ്ങളും രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളും ഒക്കെ അവിടെ ഉണ്ട്, ഇല്ലെന്നില്ല, അവിടെ ഇതൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ അവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടാണ്. തമിഴ്നാടെന്ന് പറയുന്ന നമ്മുടെ തൊട്ടയൽ സംസ്ഥാനത്തിൻ്റെ പ്രവർത്തന പുരോഗതിയുടെ കാര്യം നോക്കിയാൽ അവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടാണ്. ആ സ്റ്റേറ്റിൻ്റെ വളർച്ച അതാണ് എടുത്തു കാണിക്കുന്നത്. ആരോപണങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അഴിമതിയും ഒക്കെ അവിടെയും ഉണ്ട്. അവരിന്ന് വ്യാവസായികമായിട്ടും കാർഷികപരമായിട്ടും എല്ലാ രീതിയിലും അവരിന്ന് ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അവരുടെ പുരോഗതി വളരെ വലുതാണ്. ഇതൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ? നമ്മൾക്ക് ഇവിടെ ആകെ ഉള്ളത് എന്താണ്? നമ്മുടെ കേരളത്തിനുള്ള വരുമാനം എന്താണ്? ഒരു മന്ത്രി, അതിപ്പോൾ ഏത് സർക്കാർ വന്നാലും ഒരു മന്ത്രിക്ക് 30-32 സ്റ്റാഫുകളുണ്ട്. ഇവർക്കൊക്കെ കൊടുക്കുന്ന ശമ്പളവും പിന്നെ അതുപോലെ തന്നെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വെച്ച് നോക്കിയാൽ വളരെയേറെ നമ്മുടെ സംസ്ഥാനത്തിന് നഷ്ടം വന്നുകൊണ്ടുള്ള ആ ഒരു അവസ്ഥയിലൂടെയാണ് ഈ മന്ത്രിമാരുടെ ഈ സ്റ്റാഫുകളുടെയും മറ്റ് പ്രവർത്തകരുടെയും ഒക്കെ ശമ്പളവും ചിലവുകളും എല്ലാം നോക്കുമ്പോൾ ഭീമമായ സംഖ്യയാണ് വരുന്നത്. ഇപ്പോൾ ഓരോ മന്ത്രിമാർക്കും ഓരോ MLA-മാർക്കും ഓരോ MP-മാർക്കും അവരുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകൾക്കൊക്കെ എന്ത് ശമ്പളമുണ്ട്, എന്ത് ആനുകൂല്യങ്ങളുണ്ടെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മളുടെ കേരള സമൂഹത്തിന് അറിയാം.
ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ, നമ്മുടെ മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുമാത്രമല്ല, വിവരാവകാശം വെച്ച് കഴിഞ്ഞാലും അറിയാം. ഞാനിപ്പോൾ എല്ലാവരുടെയും കാര്യങ്ങളൊന്നും ഞാനിത് പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ കേരളത്തിന് ഭീമമായ ചിലവുകൾ ഉണ്ട്. ആ ചിലവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്, വായ്പ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കണക്ക് വരുന്നത് 6 ലക്ഷം കോടിയിലധികം കേരളം കാണിച്ചുകൊണ്ട് കടമെടുത്തിട്ടുണ്ട്, വായ്പ എടുത്തിട്ടുണ്ടെന്നതാണ്. ആകെ നമ്മൾക്കുള്ള വരുമാനം ലോട്ടറിയിൽ നിന്നും മദ്യത്തിൽ നിന്നുമാണ്. മറ്റെന്തിൽ നിന്നാണ് നമുക്ക് വരുമാനമുള്ളത്? ഇവിടുത്തെ നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള നമ്മുടെ യുവതി യുവാക്കളെല്ലാം അവർ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ നേരെ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ്. കേരളത്തിലിപ്പോൾ നമ്മുടെ യുവതി യുവാക്കൾ വളരെ കുറവാണ്, എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ അവസ്ഥ അതാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ശക്തമായ ഒരു തീരുമാനം, അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ ബഹുമാനപ്പെട്ട ഹസൻ സാറാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടൂർ പ്രകാശ്, അദ്ദേഹവും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ നമ്മളുടെ ചാണ്ടി ഉമ്മനെ സംബന്ധിച്ച് ഒന്നും കേൾക്കുന്നില്ല. അതിന് നിരാശയുണ്ട്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചൊക്കെ വളരെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ അദ്ദേഹത്തെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ കാര്യത്തിൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ചാണ്ടി ഉമ്മൻ്റെ ഒന്നും അഭിപ്രായങ്ങളൊന്നും വരുന്നില്ല. അത് വളരെ സങ്കടകരമാണ്. ഈ പൊതുസമൂഹം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. നിങ്ങളിൽ പൊതുസമൂഹത്തിന് ഏറെ പ്രതീക്ഷകളുണ്ട്. ഇതിന് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വരുമ്പോൾ അത് ജനങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ അതൊരു വൈരാഗ്യമായിട്ടോ അല്ലെങ്കിൽ ഒരു വിദ്വേഷമായിട്ടോ ഒന്നും നിങ്ങളത് കണ്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ CPM-ൻ്റെ ഭരണം, ഈ ഭരണത്തെ സംബന്ധിച്ച് ആ ഭരണത്തിൻ്റെ നേട്ടവും കോട്ടവും അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളാണ് വിലയിരുത്തേണ്ടത്, ജനങ്ങളാണ് വിധി എഴുതേണ്ടത്. അത് ജനങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അധികാരമെടുത്തതിന് ശേഷം ഇപ്പോൾ 10 വർഷം ആകാൻ പോകുന്നു. 9 വർഷവും കഴിഞ്ഞതിന് ഏതാനും മാസങ്ങളേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് അഴിമതി ആരോപണങ്ങളും അങ്ങനെ മറ്റ് പല പ്രശ്നങ്ങളുമൊക്കെ വന്നിട്ടുണ്ട്. പ്രതിപക്ഷം, അതുപോലെ തന്നെ നമ്മുടെ BJP ഒക്കെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചും മക്കളെ സംബന്ധിച്ചും ഒക്കെ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം എന്തൊക്കെയാണെന്നുള്ളതെല്ലാം കേരള സമൂഹത്തിന് അറിയാം. അത് സ്വർണ്ണക്കടത്തായാലും അതുപോലെ തന്നെ ബിരിയാണി ചെമ്പായാലും ഖുറാനായാലും ഏതു വിഷയമായാലും അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം കേരള സമൂഹം കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നമ്മളുടെ മുഖ്യമന്ത്രിയാണ്. ഇവിടെ എനിക്കൊരു കാര്യം നമ്മളുടെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള നമ്മുടെ BJP സഹോദരങ്ങളോടും നമ്മുടെ UDF-ലുള്ള സഹോദരങ്ങളോടും പ്രതിപക്ഷ നേതാവിനോടൊക്കെ എനിക്ക് ചോദിക്കുവാൻ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ?
ഇത്രയും വലിയ ആരോപണങ്ങളും അപവാദങ്ങളെല്ലാം വന്നപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു നിയമ നടപടി സ്വീകരിക്കുവാൻ കഴിഞ്ഞില്ല? കേരളത്തിലെ UDF അധികാരമില്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ കേന്ദ്രത്തിലെ UDF അധികാരമില്ലാഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേരിൽ നടപടിയെടുക്കുവാൻ കഴിയാത്തതെന്നുള്ളത് നമുക്ക് അംഗീകരിക്കാം. എന്നാൽ BJPക്ക് അധികാരമുണ്ടല്ലോ, കേന്ദ്രത്തിൽ ഒരുപാട് ഏജൻസികളുണ്ടല്ലോ. എന്തുകൊണ്ട് നമ്മളുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ പേരിലോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവരുടെ പേരിലോ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് എന്തുകൊണ്ട് അധികാരമുണ്ടല്ലോ, എന്തുകൊണ്ടൊരു നടപടിയെടുക്കാൻ സാധിക്കുന്നില്ല? കേന്ദ്രത്തിലെ നടപടിയെടുക്കുവാനായി ഏജൻസികളില്ലാഞ്ഞിട്ടാണോ? പലപ്പോഴും പറയുന്നത് കേൾക്കാം, ഇപ്പം ഞങ്ങൾ ശരിയാക്കും, ഇപ്പം ഞങ്ങൾ ശരിയാക്കും, ഇപ്പം പൊട്ടിക്കും, ഇപ്പം പൊട്ടിക്കും, സൂക്ഷിച്ചോളണം, സൂക്ഷിച്ചോളണം, വരുന്നുണ്ട്, വരുന്നുണ്ട്, അവിടുന്നും ഇവിടുന്നും ഒക്കെ വരുന്നുണ്ട്, നോക്കിക്കോളണം, ശരിയാക്കാം, ശരിയാക്കാം, ഇപ്പം ശരിയാക്കാം. ഇതൊക്കെ അപഹാസ്യമാണ് നേതാവേ. നിങ്ങൾ ചെയ്ത് കാണിക്ക്. നിങ്ങൾ വാഗൊണ്ട് ഇങ്ങനെ ഈ എൻ്റെ സംസ്കാരത്തിൽ എനിക്കത് പറയാൻ പറ്റില്ല, ഈ കഴുതയുടെ കാമം കരഞ്ഞു തീർക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലും തക്കതായ തെളിവുകളോ ആരോപണങ്ങളോ പ്രതിഷേധങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്ത് കാണിക്കണം. ഇത് എല്ലാ ദിവസവും കേൾക്കുകയാണ്. നിങ്ങളുടെ ഈ ഓരോ പത്രസമ്മേളനങ്ങളൊക്കെ കാണുമ്പോഴുണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുന്തവും കുഴലും ഇങ്ങനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നവരും ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഇത് അപഹാസ്യമായിട്ട് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ എനിക്ക് ഒരു വ്യക്തിപരമായിട്ട് ഞാൻ പറയാം, പിണറായി വിജയൻ സഖാവിൻ്റെയോ അല്ലെങ്കിൽ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രിയുടെയോ ചിലവിലല്ല ഞാൻ ജീവിക്കുന്നത്. ഈ രണ്ട് കൂട്ടരും ഭരിച്ചിട്ട് ഈ നിമിഷം വരെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു സഹായവും ലഭിച്ചിട്ടില്ല. സത്യം പറയുക, റേഷൻ അരി മേടിക്കുന്നുണ്ട്. ഇതൊഴിച്ചാൽ ഈ രണ്ട് കൂട്ടരും ഭരിച്ചിട്ടും ഈ ഭരണത്തിൻ്റെ നേട്ടമെന്ന് പറയാൻ ഒരു സഹായങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് ആരോടും മുഖപക്ഷമില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സതീശനും അതുപോലെയുള്ള MLA-മാരും MP-മാരും മന്ത്രിമാരും എല്ലാവരും എനിക്കൊരുപോലെയാണ്. ഇവരിലൊക്കെ ചെറുതും വലുതുമായ കുറവുകൾ സ്വാഭാവികമാണ്, ഉണ്ടാവും. ആരും ഇവിടെ നല്ലവരില്ല. ഈ ഭൂമിയിൽ മനുഷ്യരായിട്ട് ജനിച്ചിട്ടുള്ളവരാരും ഇവിടെ നല്ലവരില്ല പൂർണ്ണമായിട്ട്. എന്തെങ്കിലുമൊക്കെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്. അത് ഭരണത്തിൽ അതുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ പറയുന്നതല്ല. ഈ 10 വർഷം തികയാൻ പോകുന്ന സമയത്തും നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ട്, സൂക്ഷിച്ചോളണം, വരുന്നുണ്ട്, വരുന്നുണ്ട്, ഇപ്പൊ പൊട്ടിക്കും, ഇപ്പൊ പൊട്ടിക്കും. ഈ പാകിസ്ഥാൻ്റെയും ഈ ചൈനയുടെയും ഒക്കെ ബോംബ് ഇന്ത്യയിലേക്ക് ഇട്ട് പൊട്ടിക്കുന്ന ആ ഒരു ഭീഷണി പോലെയാണ്, ആ ഒരു വർത്തമാനം പോലെയാണ് നമ്മുടെ ഈ ബഹുമാനപ്പെട്ട BJPയിലുള്ള ചില നേതാക്കന്മാരും സഹോദരിമാരും നമ്മുടെ UDFയിലുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരൊക്കെ പറയുന്നത്. നിങ്ങളെ കൊണ്ടൊരു ചൊക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കതിന് കഴിയില്ല കൂട്ടരെ. 10 കൊല്ലമായിട്ട് പൊട്ടാത്ത ഈ ബോംബൊക്കെ ഇപ്പം ചീറ്റിക്കൊണ്ടിരിക്കുകയല്ലേ. ഇനി എന്ന് നിങ്ങൾ പൊട്ടിക്കാനാ? അദ്ദേഹം 10 വർഷവും തികച്ച് ഭരിച്ച്
ആ ഭരണത്തെ തുടർന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ നേട്ടവും കോട്ടങ്ങളും തീരുമാനിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക, ജനങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ അതിന് ഉള്ളിൽ ഈ ബോംബ് പൊട്ടിക്കും, അത് പൊട്ടിക്കും, ഇത് പൊട്ടിക്കും, ഇപ്പോൾ അവർ വന്ന് അറസ്റ്റ് ചെയ്യും, പിടിച്ചോണ്ട് പോകും, അകത്താക്കും, പുറം ലോകം കാണിക്കലെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളിത് കേട്ട് മരവിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ റിമോട്ട് ഇല്ലാഞ്ഞിട്ടാണോ അമർത്താൻ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ്, ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. ഇതൊക്കെ നമ്മുടെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയൊക്കെയാണ്. അവരിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകൾ കണ്ടുകൊണ്ട് വോട്ട് കൊടുത്ത് അധികാരം കൊടുത്തിരിക്കുന്ന ജനങ്ങൾക്ക് അവരെ തിരിച്ചു വിളിക്കുവാനായിട്ടുള്ളൊരു നിയമം നമ്മുടെ ഭരണഘടനയിൽ ഇല്ല, എഴുതി വച്ചിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ജനപ്രതിനിധികളുടെ ഭരണം മോശമാണെങ്കിൽ ആ നേതാവിനെ തിരിച്ചു വിളിക്കുവാൻ ജനങ്ങൾക്ക് അധികാരം ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് എന്നെ ഒന്ന് അറിയിച്ചാൽ നന്നായിരിക്കും. പിന്നെ ജനങ്ങൾ എന്ത് ചെയ്യും? ഈ മാറി വരുന്ന 5 വർഷം 10 വർഷം ഈ മാറി വരുന്ന കാലഘട്ടങ്ങൾക്കനുസരിച്ച് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അത് ജനങ്ങൾ ഈ ലോകാവസാനം വരെ ചെയ്തുകൊണ്ടിരിക്കും. കുറ്റം ചെയ്യുന്ന ആരായാലും, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ആർട്ടിക്കിൾ 14 നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇത് ഞാൻ എഴുതി വച്ചിരിക്കണമെന്നല്ല, എൻ്റെ അപ്പനും അമ്മയും എഴുതി വെച്ചതല്ല, നമ്മുടെ ഭരണഘടനയിൽ നമ്മളുടെ നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്. ആർട്ടിക്കിൾ 14 നിയമത്തിൻ്റെ മുൻപിൽ എല്ലാവരും തുല്യരാണ് എന്ന് എഴുതി വച്ചേക്കാണ്. ഇതിന് വിപരീതമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ മേൽ നടപടിയെടുക്കുവാൻ അധികാരമുള്ള പലരും ഇവിടെ ഉണ്ട്. പക്ഷെ അധികാരം പ്രയോഗിക്കുവാൻ ആരാണ് രംഗത്തേക്ക് വരുന്നത്? ആർക്ക് സാധിക്കും? ആർക്കെങ്കിലും സാധിക്കുമോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിൽ ചെന്ന് വെച്ചു അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? സ്വപ്നമാണ് സുഹൃത്തുക്കളെ, സ്വപ്നമാണ്. അവരുടെ ശക്തി, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. CPI CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ശക്തി എന്താണെന്ന് അറിയാമോ? ഏത് താഴെത്തട്ടിൽ കിടക്കുന്നവരെയും അവർ വിചാരിച്ചാൽ ചന്ദ്രനിലെത്തിക്കാൻ സാധിക്കും. അവരുടെ ശക്തിയാണത്. ഏതെങ്കിലും ഒരു സഹപ്രവർത്തകൻ അഥവാ ഏതെങ്കിലും തരത്തിൽ കൊല ചെയ്യപ്പെടുകയോ മരിക്കുകയോ ചെയ്താൽ ആ സഖാവിൻ്റെ ഒരു പ്രതിമ എവിടെയെങ്കിലും അവരുണ്ടാക്കി വയ്ക്കും. അതങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരുടെ രൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ വളരെ പ്രാക്ടിക്കലാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അവരുടെ ആ രാഷ്ട്രീയത്തിൻ്റെ ആ സ്വഭാവം, അവരുടെ പ്രവർത്തനത്തിൻ്റെ സ്വഭാവം അവരോട് ചേർന്ന് നിൽക്കുന്നവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ്. ഇത്രയും ഈ 10 വർഷക്കാലത്തിനുള്ളിൽ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഒക്കെ ഉൾപ്പെടുന്നവർ ഒരുപാട് കാര്യങ്ങൾ, ആരോപണങ്ങളും അത് തെളിവുകൾ വെച്ചോ തെളിവുകൾ വെക്കാതെയോ ഒക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് വാദിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ നിയമസഭയിൽ. ഏതെങ്കിലും ഒരു കാര്യത്തിന് ഏതെങ്കിലും ഒരു നടപടി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പേരിൽ എടുക്കുവാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? എടുപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? കേന്ദ്രം ഭരിക്കുന്ന നമ്മളുടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജിയുടെ ഭരണത്തിന് കീഴിലുള്ള ഏജൻസികളെ കൊണ്ട് ഏതെങ്കിലും ഒരു നടപടി എടുപ്പിക്കുവാനായിട്ട്
BJP കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളിപ്പോഴും പൊട്ടിക്കുമെന്നും പറഞ്ഞിരിക്കുകയാണ്. പൊട്ടിക്കുമെന്നും പറഞ്ഞിരിക്കുക. പൊട്ടണില്ല. അതെന്താ കാര്യമെന്നറിയാവോ? ഓരോരുത്തർക്ക് ഓരോ നിയോഗമുണ്ട്. ജനിക്കുമ്പോൾ ഓരോ നിയോഗത്തിലാണ് അവർ ജനിച്ചു വരുന്നത്. അവരിൽ ഒരുപാട് ആരോപണങ്ങളുണ്ട്, കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. ശരി, ഓക്കെ. ഈ പ്രതിപക്ഷം എന്ന് പറയണത് എന്തിനാ? അവരുടെ ഒരു സമരം കണ്ടതില്ലേ കേരളം? രാപ്പകൽ സമരം. രാപ്പകൽ സമരത്തിൽ എന്താ സംഭവിച്ചത്? അവർ വിചാരിച്ചു കഴിഞ്ഞാൽ തൂറി മെഴുകി സെക്രട്ടേറിയറ്റ് മുഴുവനും നാറ്റിച്ച് നാശം വരുത്തി പണ്ടാരമടക്കുവാൻ അവർക്ക് സാധിക്കും. അതിനുള്ള കഴിവും ആംബിയറും അവർക്കുണ്ട്. നല്ല പശയൊക്കെ മുക്കി, നല്ല വടിവത്ത ഷർട്ടുമൊക്കെ ഇട്ട്, പോക്കറ്റിലൊരു ഡയറിയും വെച്ച്, ഞാൻ ബ്ലോക്ക് പ്രസിഡൻ്റാണ്, ജില്ലാ പ്രസിഡൻ്റാണ്, ജില്ലാ കമ്മിറ്റിയാണ്, സ്റ്റേറ്റ് പ്രസിഡൻ്റാണെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രതിപക്ഷം ശക്തമായിരിക്കണം. ഏതെങ്കിലും വഴിവിട്ട രീതിയിലുള്ള ഒരു സംഭവം നമ്മളുടെ ഭരണ നേതൃത്വം ചെയ്യുന്നുണ്ടെങ്കിൽ, മുഖ്യമന്ത്രി ചെയ്യുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ആ സർക്കാരിൽ, ആ ഗവൺമെൻറ്റിൽ ഏതെങ്കിലും മന്ത്രിമാർ ചെയ്യുന്നുണ്ടെങ്കിലോ, അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ജനങ്ങളുടെ മുമ്പിലേക്ക് എടുത്തിട്ട് ആ പ്രശ്നങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ആ കുറ്റം ആര് ചെയ്തിട്ടുണ്ടോ അവരെ ആ സഭയുടെ മുൻപാകെ, ജനങ്ങളുടെ മുൻപാകെ അവരെ ചോദ്യം ചെയ്യുവാനും അവർക്ക് തക്ക ശിക്ഷ കൊടുക്കുവാനും പ്രതിപക്ഷമെന്ന് പറയുന്ന ഒരു പ്രതിപക്ഷത്തിന് കഴിയണം. അതാണ് ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഈ LDF പ്രതിപക്ഷത്തും UDF ഭരണപക്ഷത്തും ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ നടന്നാൽ, എൻ്റെ പൊന്ന് UDF മന്ത്രിമാർ, നേതാക്കന്മാരെ, എനിക്കൊരു കാര്യം ഞാൻ പറയട്ടെ. പെരയുടെ അകത്തുനിന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ അവർ സമ്മതിക്കില്ല. അത്ര ആംബിയറാണ് അവരുടെ പ്രവർത്തനം. അവർക്ക് അവരുടെ ഭാഗത്തെല്ലാം ഉണ്ടാവും. നിങ്ങളീ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളെക്കൊണ്ട് പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യം. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ അതാണ്. നിങ്ങളെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകനെ കടുവകളുടെ മുൻപിലേക്ക് എറിഞ്ഞു കൊടുത്ത് ഇല്ലായ്മ ചെയ്യുവാൻ ഈ ഞണ്ടിൻ്റെ സ്വഭാവം, ആ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അധികാരമോഹികളായിട്ടുള്ള ഇത്തരം നേതാക്കന്മാരെ പ്രവർത്തിക്കുന്നോളം കാലം കേരള സമൂഹത്തിന് എന്ത് സംരക്ഷണം ഈ UDF എന്ന് പറയണം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും? കേരള സമൂഹത്തിന് എന്ത് സംരക്ഷണം നിങ്ങൾക്ക് കൊടുക്കുവാൻ കഴിയും? അപ്പോൾ പിന്നെ നിങ്ങൾക്കെന്തിന് ജനങ്ങൾ വോട്ട് നൽകണമെന്നാണ് ജനം ചിന്തിക്കുന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഭരണമാറ്റത്തിന് ആഗ്രഹിക്കുന്നുണ്ട്. അത് CPM-ലും CPI-ലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള നമ്മളുടെ എല്ലാ ജനങ്ങളും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭരണമാറ്റം ആഗ്രഹിക്കുന്നവരുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? നിങ്ങളെന്ത് ചെയ്യുന്നുണ്ട്? ഒരു നല്ല ഭരണാധികാരിക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നറിയാമോ? വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവനെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ അവനെ ആ മാൻപേടയെ എടുത്ത് കടുവകളുടെ മുൻപിലേക്ക് എറിഞ്ഞു കൊടുക്കാതെ അത് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാക്കി, മല ഇങ്ങോട്ട് ഇളകി വന്നാലും ആ മലയെ അവിടെ തടുത്തു നിർത്തി ശാന്തമാകുവാൻ പറയുന്നൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി അതിനെ വളരെ നൈസാക്കി മാറ്റുന്ന ഒരു രീതിയായിരിക്കണം പ്രതിപക്ഷമെന്ന് പറയുന്ന നേതാവിനുണ്ടാകേണ്ടത്. കുറേ ചെറുപ്പക്കാർ ലാത്തി ചാർജും പിക്കറ്റിങ്ങും ഒക്കെ ഇങ്ങനെ നടത്തി കാലിൻ്റെ മുട്ടും എല്ലുമൊക്കെ തല്ലി ഒടിച്ച് അവരുടെ കുടുംബങ്ങളൊക്കെ വഴിയാധാരമായി അവസാനം തകർച്ചയിലേക്ക് പോയി മരണപ്പെട്ട്
നിങ്ങൾ ഇങ്ങനെയൊക്കെ മാറി മാറി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളൊക്കെ വിശ്വസിച്ച് ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് സ്വന്തം മകനെ ആ പാർട്ടിയിലേക്ക് പറഞ്ഞുവിടാൻ കഴിയുമോ? ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട, എൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ നേതാവിനോട് എനിക്ക് പറയാനുള്ളത്, താങ്കൾക്ക് കഴിയുമെങ്കിൽ താങ്കൾ ചെയ്യേണ്ട ഒരു കാരണം എന്താണെന്നറിയാമോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ അധികാര സ്ഥാനത്തേക്ക് തിരിച്ചു വിളിക്കുക, ആ സ്ഥാനം ഏൽപ്പിക്കുക, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുക. അവിടുത്തെ ജനങ്ങൾ നോക്കിക്കൊള്ളും മറ്റു കാര്യങ്ങൾ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ച് ഇങ്ങനെ തമ്മിലിങ്ങനെ നിങ്ങളിങ്ങനെ രഹസ്യവും പരസ്യവുമായിട്ടൊക്കെയുള്ള ഈ പ്രശ്നങ്ങളെല്ലാം, തന്ത്ര കൗശലങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ നിങ്ങൾക്ക് UDF എത്ര സ്ഥലത്ത് ബൂത്ത് കമ്മിറ്റിയുണ്ട്? ലോക്കൽ എത്ര സ്ഥലത്ത് ബൂത്ത് കമ്മിറ്റിയുണ്ട്? നിങ്ങൾ പറ. നിങ്ങളെ നിങ്ങളാക്കുന്നത് ഏറ്റവും അടിത്തട്ടിലുള്ള ജനങ്ങളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ നിങ്ങളാക്കുന്നത് ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യരാണ്. അവരാണ് നിങ്ങളെ നിങ്ങളാക്കി തീർത്തിരിക്കുന്നത്. ആ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് ആ മനുഷ്യരോടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് എത്ര ബൂത്ത് കമ്മിറ്റിയുണ്ട് നോക്കൂ. നിങ്ങൾ CPM കണ്ടു നോക്കി. അവർക്ക് ബൂത്ത് കമ്മിറ്റികളുണ്ട്. ആ ബൂത്ത് കമ്മിറ്റികൾക്ക് നല്ലൊരു പവറുണ്ട്, അധികാരമുണ്ട്. ഈ നീർക്കോല് പോലെ ഇരിക്കുന്ന 10, 15, 18 വയസ്സ് പ്രായമുള്ള പിള്ളേരെ ഹജാനുബാഹുവായിട്ടുള്ള ചെറുപ്പ മനുഷ്യരോടൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? വേണ്ടി വരുന്നാൽ അപ്പനെ അവർ അവസേപ്പെന്നും വിളിക്കും. അവസേപ്പെന്ന് വിളിച്ചത് കൂടാതെ വേണ്ടി വന്നാൽ 2 പൊട്ടിക്കണമെങ്കിൽ അവർ പൊട്ടിക്കും. എന്നിട്ട് അവർ തന്നെ ആശുപത്രി കൊണ്ടുപോയി മരുന്നും മേടിച്ചു കൊടുത്ത്, ചായ മേടിച്ചു കൊടുത്ത്, വണ്ടിക്കൂലിയും കൊടുത്ത് പറഞ്ഞു വിടും. എന്നിട്ട് അവർ തന്നെ അതിനൊരു അനുശോചനം അറിയിക്കും വേണ്ടി വന്നാൽ അവസാനം. അതിനുള്ള ആംബിയർ ഏറ്റവും ചെറിയ പിള്ളേർക്ക് വരെ ഉണ്ട്. എന്താണ് ആ ആംബിയർ എന്നറിയാമോ? ആ പ്രസ്ഥാനത്തിൻ്റെ കരുത്താണ്, ആ പ്രസ്ഥാനത്തിൻ്റെ ശക്തിയാണ് ആ കാണിക്കുന്നത് ആ പിള്ളേര്. ആ പ്രസ്ഥാനത്തിൽ നിൽക്കാതെ ഒറ്റയ്ക്ക് ആരോടെങ്കിലും ഇതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ചുരുട്ടിക്കൂട്ടി നിലത്തിൻ്റെ അടുത്തടിച്ച് ചമ്മന്തിയാക്കിയിട്ട് ചുരുട്ടിക്കൂട്ടി ഏതെങ്കിലും മൂല കൊണ്ടിരുത്തും. അതേസമയത്ത് ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ധൈര്യത്തിലും ബലത്തിലുമാണ് ഇത്തരം പിള്ളേര് ഇതേപോലെയൊക്കെ പരസ്യമായും രഹസ്യമായും ഒക്കെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അവർ വേണ്ടി വന്നാൽ വാളെടുക്കും, കത്തിയെടുക്കും. അങ്ങനെ അവരെന്തും ചെയ്യാൻ അവർക്ക് മടിയില്ല. അവരുടെ ബലം, അവരുടെ ശക്തി ആ പ്രസ്ഥാനമാണ്. ഇത് ഈ UDF ആരുടെ ബലം കണ്ടുകൊണ്ടാണ് UDF പ്രവർത്തകർ, അതിൽ വിശ്വസിക്കുന്ന അണികൾ പോകേണ്ടത്? ഇന്നോളം കണ്ടിട്ടുള്ള സമരങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടതിൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ്. ആരെ വിശ്വസിക്കണം? നിങ്ങൾ തിരഞ്ഞെടുപ്പിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു നേതാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഇന്ന് കോൺഗ്രസ്സിലുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏതെങ്കിലും ഒരു നേതാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചാൽ അത് ജനത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് 2026 തിരഞ്ഞെടുപ്പിൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു നിരാശാജനകമായ അവസ്ഥയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്, മാന്യ പ്രതിപക്ഷ നേതാവേ, മാന്യ രമേശ് ചെന്നിത്തല അവർകളെ, അതിനോടൊപ്പമുള്ള എല്ലാ നേതാക്കന്മാരോടും ഞാൻ പറയുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ തന്നെ ആ അധികാരസ്ഥാനം ഏൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ കൊണ്ടുപോയി നിർത്തി കൊടുക്കണം. ബാക്കി കാര്യങ്ങൾ ജനങ്ങൾ നോക്കിക്കൊള്ളും. ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം അത് ജനങ്ങൾ നോക്കും, എന്ത് വേണമെന്നുള്ളത്. ഇത് പൊതുസമൂഹത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് ഞാനിതെല്ലാം പറയുന്നത്. ജനവികാരം, ഇത്രയും ആരോപണങ്ങളും
പരാതികളുമൊക്കെ ഇങ്ങനെ ആരോപിക്കപ്പെടുമ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനോടുള്ള ആദരവും ബഹുമാനവും എത്രമാത്രം കേരള സമൂഹത്തിനുണ്ടെന്ന് അനുദിനം വർദ്ധിച്ചു വരികയാണ്. അയാൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മമാരും സഹോദരിമാരും മാതാപിതാക്കളും. അദ്ദേഹത്തിന് തള്ളിക്കളയാൻ കേരള സമൂഹം തയ്യാറല്ല. അതുപോലെ തന്നെ നമ്മളുടെ CPIയിലായാലും CPMലായാലും ഉള്ള നമ്മളുടെ MLAമാരും മന്ത്രിമാരുടെയൊക്കെ പേരിലുള്ള ആരോപണങ്ങൾ അവരുമൊക്കെ സൂക്ഷിക്കണം. അത് BJPയിലുള്ള നമ്മുടെ സഹോദരങ്ങളായാലും സൂക്ഷിക്കണം. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏറ്റവും കലക്കാൻ പറ്റിയ ഒരു ആയുധമാണ് പെണ്ണ് വിഷയം. അത് നമ്മളുടെ കേരളത്തിൽ, പ്രത്യേകം നമ്മുടെ കേരളത്തിലെ കഴിഞ്ഞകാല സംഭവങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതേപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതേപോലെയൊക്കെ ഉണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. കേരളത്തിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. അപ്പം പൊതുപ്രവർത്തകരായിരിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. നിങ്ങളോട് ആരോടും പ്രത്യേക വൈരാഗ്യം നമ്മുടെ കേരള സമൂഹത്തിനില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളും കാര്യങ്ങളും സംസാരങ്ങളും എല്ലാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പരസ്പരം ചെളിവാരി എറിഞ്ഞ് ഇവിടെ നമുക്ക് കോൺഗ്രസ് വേണം, ഇവിടെ നമുക്ക് CPI വേണം, ഇവിടെ നമുക്ക് BJP വേണം, ഇതൊക്കെ ആശയങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പലതരത്തിലാണെങ്കിലും ഇതൊക്കെ ഇവിടെ വേണം. ആ പ്രസ്ഥാനങ്ങളിൽ നിന്ന് പലരും പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് സാധനങ്ങളുടെ വിലക്കയറ്റം എന്താണ്? സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ വളരെ പ്രയാസമുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കിടക്കുന്നു, പ്രവർത്തിക്കാൻ കിടക്കുന്നു. ഇതെല്ലാത്തിൻ്റെ ഇടയിലാണ് ഈ തടസ്സമായിട്ട് ഈ കുന്തം കൊണ്ടുവന്നിട്ടേക്കുന്നത്. അതുപോലെ മാന്യ സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തെളിവുകൾ സഹിതം നമ്മളുടെ നിലവിലുള്ള നിയമ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെളിവുകൾ സഹിതം നിങ്ങൾ രംഗത്തേക്ക് വരിക. നിങ്ങളുടെ മുഖം കാണാൻ, നിങ്ങളെ കാണാൻ, നിങ്ങളിലുള്ള കാര്യങ്ങൾ നേരിട്ട് കേൾക്കാനും ആ പരാതികളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഇന്ന് കേരള സമൂഹം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സത്യസന്ധമായിരിക്കണം. ഏതെങ്കിലും ഒരു ഊഹാപോഹമായിട്ട് കാര്യമില്ല, തെളിവുകൾ വേണം. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടെ ആരും അന്ധമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷ കിട്ടണം, അദ്ദേഹം ശിക്ഷിക്കപ്പെടണം. അതിന് നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ ഏതെങ്കിലും നമുക്ക് സഹോദരിമാർക്ക് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നൊരു പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തെളിവുകൾ സഹിതം രംഗത്ത് വരിക, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. അപ്പം നിങ്ങളുടെ കൂടെ നമ്മുടെ കേരള സമൂഹം, നമ്മുടെ ചെറുപ്പക്കാരും നമ്മളുടെ ആണുങ്ങളും ഒക്കെ നിൽക്കും. നിങ്ങളെ തള്ളിക്കളയില്ല. നിങ്ങളുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ നിങ്ങളെ ഒരിക്കലും നമ്മളുടെ ആണുങ്ങൾ തള്ളിക്കളയത്തില്ല. പക്ഷെ സത്യം വേണം. ഒരാളെ മനഃപൂർവ്വം നശിപ്പിക്കുന്നതിന് വേണ്ടിയോ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയോ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയോ ഒന്നും ആകരുത്. നമ്മൾ പരസ്പരം സ്നേഹിച്ചിരിക്കുമ്പോഴും സഹകരിച്ചിരിക്കുമ്പോഴും പരസ്പര വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കാണും. അതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതെല്ലാം കൊട്ടിഘോഷിച്ചും മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് പറഞ്ഞത് പബ്ലിസിറ്റി കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. നിയമപരമായിട്ട് നമ്മൾക്ക് ഇവിടെയുള്ള നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ നമ്മൾ നേരിടണം. അപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസമാകും. ഇതൊന്നുമില്ലാതെ ഇങ്ങനെയുള്ള വളഞ്ഞ വഴിയിലൂടെ പോകാതിരിക്കുക എന്നുകൂടിയാണ് എൻ്റെ മാന്യ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ UDFും LDFും നിങ്ങളുമൊക്കെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളും ആരോപണങ്ങളും ഇങ്ങനെ പറഞ്ഞു പോയാൽ ഇതിൻ്റെ ഇടയിൽ കിടന്ന് നട്ടം തിരിയുന്നത് ജനങ്ങളാണ്. ഇതൊക്കെ ഇല്ലായ്മ ചെയ്യണം. ഇതൊക്കെ അവസാനിപ്പിക്കണം. ഇത്തരം കാര്യങ്ങൾ ആരുടെ പേരിലും ആർക്കും എന്തും പറയാം, പക്ഷെ അതിന് തെളിവ് വേണം. അപ്പോൾ ആ തെളിവുകളില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അത്തരം പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മളിലുള്ള അധികാരം, ജനങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള നമ്മളിലുള്ള അധികാരം
ആ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് അനാവശ്യമായ രീതിയിൽ ആരെയെങ്കിലും ഉപദ്രവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം, ആ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് ആരെയും ഉപദ്രവിക്കുന്നൊരു പ്രവർത്തനം ഉണ്ടായിക്കൂടാ. അത് പാടില്ലത്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾക്ക് വിലപ്പെട്ട നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഉണ്ട്. പോലീസിനെ പറ്റി പൊതുവേ മോശം അഭിപ്രായമാണ്. എന്നിരുന്നാലും കേരള പോലീസിലെ നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ പെൺവിഷയത്തിൽ പെട്ടെന്നിപ്പോൾ നട്ടം തിരിയുന്നത്? ഇവർക്കൊക്കെ ഇവരുടെ ഓഫീസിൽ പോയി കസേരയിൽ സമാധാനമായിട്ടിരുന്ന് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മാനസിക സംഘർഷങ്ങളാൽ അവരും ഭയപ്പെടുകയല്ലേ? അല്ലേ? ഇന്ന് നമ്മളിപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ്. ഈ മാധ്യമങ്ങളിലൂടെ ഇതെല്ലാം ഇവർ സംസാരിക്കുന്നതും അല്ലാത്തതും ഒക്കെ കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ്. പോലീസ് ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടതാണ് നമ്മുടെ പോലീസ്. ആ പോലീസിൽ കുറച്ച് നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാരൊക്കെ പല തരത്തിൽ പല കാരണങ്ങളാൽ പെൺവിഷയത്തിൽപ്പെട്ട് അകപ്പെട്ട് അവരും നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഇവർക്ക് സമാധാനപരമായിട്ട് ഇവരുടെ ഓഫീസിൽ പോയി ആ കസേരയിൽ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ജനങ്ങൾക്ക് വേണ്ടി? ഭയപ്പെടുകയാണ്. ചില സഹോദരിമാരെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിക്കുന്നത് എടാ, പോടാ, പട്ടി, തെണ്ടി, നാറി എന്നൊക്കെയാണ് വിളിക്കുന്നത് ഒരു പോലീസ് ഓഫീസറെ. ഇത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി നമ്മൾ കേൾക്കുന്നതാണ്, സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ. അന്തസ്സും അഭിമാനവും ഒക്കെ പുലർത്തേണ്ട, നീതി പുലർത്തേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഒന്നിലധികം പോലീസ് ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിൻ്റെ ചൂടും ചൂരുമെല്ലാം അനുഭവിക്കുകയും അദ്ദേഹത്തിൽ നിന്നുള്ള സാമ്പത്തികമായ ലാഭങ്ങളെല്ലാം നേടിയെടുത്തതിന് ശേഷം ആ സ്വാതന്ത്ര്യവും ആ അധികാരവും ദുരുപയോഗം ചെയ്തുകൊണ്ട് അവസാന നിമിഷത്തിൽ അദ്ദേഹത്തിന് എടാ, പോടാ, വാടാ, പട്ടി, നാറി എന്നൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ ഇത് പൊതുസമൂഹം കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥനെ നമ്മൾ എങ്ങനെ അംഗീകരിക്കും? പൊതുസമൂഹം എങ്ങനെ വിശ്വസിക്കും ആ പോലീസ് ഉദ്യോഗസ്ഥനെ? എങ്ങനെ ബഹുമാനിക്കും? ബഹുമാനപ്പെട്ടതെന്ന് പറയാൻ പറ്റുമോ? ഇതിന് കാരണം ആരാണ്? അദ്ദേഹം തന്നെയല്ലേ? ഇവിടെ പാടത്തും പറമ്പിലുമൊക്കെ പാറമടയിലുമൊക്കെ പണിയെടുക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്. അവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംവിധാനത്തിൽ പരസ്പര സമ്മതപ്രകാരം അവരൊക്കെ ലൈംഗിക ബന്ധത്തിൽ പലരും പല സാഹചര്യങ്ങളിൽ ചിലരും ബന്ധപ്പെടാറുണ്ട്. അത് കഴിഞ്ഞു. അവരുടെ ആ സ്നേഹത്തിലിരിക്കുമ്പോൾ ഏത് തൊഴിലെടുക്കുന്ന തൊഴിൽശാലയിലുള്ളവരായാലും ആരെങ്കിലും പെൺകുട്ടികളും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥമായ ഒരു സ്നേഹം കാണും. ചില ഇടങ്ങളിലൊക്കെ അങ്ങനെ ഒരു സ്നേഹം കാണും. മനുഷ്യരാണല്ലോ. ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചിലർ സാഹചര്യവശാൽ അവർ ഇണചേരും. അങ്ങനെ ഇണചേർന്ന് കഴിഞ്ഞിട്ട് അവരാരും പോയിട്ട് ഇതേപോലെ വർഷങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അയാൾ എന്നെ പീഡിപ്പിച്ചു, എനിക്ക് 2 മക്കളുണ്ടെന്നൊന്നും അവരൊന്നും പറയില്ല. ഇത് അധികാരവും സമ്പത്തും പേരും പ്രശസ്തിയും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ നോട്ടം വെച്ചുകൊണ്ട് മനഃപൂർവ്വം ഈ കെണിയിൽപ്പെടുത്തി എല്ലാ സുഖസൗകര്യങ്ങളും സാമ്പത്തികവും ഒക്കെ നേടിയതിനു ശേഷം വർഷങ്ങൾ കഴിയുമ്പോൾ അവരെ വെറും നായ്ക്കൾക്ക്, പേ പിടിച്ച നായ്ക്കളെ പോലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്ത് അപമാനിച്ച് ആക്ഷേപിച്ച് അവരെയും അവരുടെ കുടുംബത്തിലെയും ഭാര്യമാരെയും മക്കളെയും ഒക്കെ അങ്ങോട്ട് നശിപ്പിക്കുകയാണ്. എത്ര പേരുടെ ജീവിതം ഇത്തരത്തിലുള്ള മോഹിനിമാരെ നശിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണു മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ നമ്മുടെ മുമ്പിൽ നമുക്ക് വ്യക്തമായ ചില തെളിവുകളുണ്ട്. ഒരു സ്വാമി, ആ സ്വാമിയുടെ കൂട്ടത്തിൽ കൂടിയിരുന്ന ഒരു സഹപ്രവർത്തക, ഒരു സ്ത്രീ, അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചു, അദ്ദേഹത്തിൻ്റെ പരിചാരികയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചു.
അദ്ദേഹത്തിൽ നിന്നുള്ള സഹായങ്ങളും കാര്യങ്ങളും എല്ലാം നേടിയെടുത്തു. അതിനുശേഷം ഏതോ ഒരു സാഹചര്യവശാൽ എന്തോ കാര്യങ്ങൾക്ക് തമ്മിൽ പറഞ്ഞ് തെറ്റിപ്പിരിഞ്ഞ് അവസാനം എന്താ ചെയ്തേ, തന്ത്രപരമായി അദ്ദേഹവുമായിട്ട് ശയിച്ചതിന് ശേഷം മൂത്രമൊഴിക്കുന്ന അദ്ദേഹത്തിൻ്റെ സാധനം ചെത്തിക്കൊണ്ടുപോയി പുരാവസ്തുവായിട്ട് സൂക്ഷിച്ചു വെക്കാൻ. അവസാനം അദ്ദേഹം മൂത്രമൊഴിക്കാൻ കഴിയാതെ പ്ലാസ്റ്റിക് കിറ്റ് തൂക്കി, അത് ഡോക്ടർമാർ വേറെ രീതിയിൽ കൂടി മൂത്രം പോകാനും വരാനുമുള്ള സംവിധാനം ഇട്ട് തൂക്കിക്കൊണ്ട് നടന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്നിപ്പോൾ നല്ല ഇരുമ്പുറ ഇട്ട് വേണം ഇന്നത്തെ ആണുങ്ങൾ പുരുഷന്മാർ നടക്കാൻ, അല്ലെങ്കിൽ അതും ചെത്തിക്കൊണ്ട് പോകും. പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നടന്ന സംഭവമാണ്. അവസാനം സ്വാമിയുടെ കിടക്കാൻ വണ്ടിയും ചെത്തിക്കൊണ്ട് പോയി. ഇതെല്ലാം നമ്മൾ കണ്ടും കേട്ടും കിടന്ന് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ് പറയണത് കേരളം. ഇത് മനോഹരമാണെന്നറിയാമോ? 1ാം സ്ഥാനത്താണ്, നമ്പർ 1 കേരളം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട്. അപ്പോൾ ദൈവത്തെ ഓർത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ചെന്ന് പെടുന്നവരെ ഇരുമ്പുറകൾ പ്രത്യേകം കരുതി സൂക്ഷിച്ചുകൊണ്ട് കയ്യിൽ വെച്ചേക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം മൂത്രമൊക്കെ ഈ ട്യൂബ് വഴി എടുക്കേണ്ടി വരും. ഇത് നിങ്ങൾ ചെന്ന് ചാടുന്ന ഏത് കുഴിയിലാണോ ആ ചാടുന്ന കുഴികളുടെ സ്വഭാവം അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിയാക്ഷൻ. ഇത് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇതിങ്ങനെ കൂടിക്കൂടി വരുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളല്ല നമ്മൾക്ക്, ഇതൊന്നും അല്ല ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ കേരളത്തിൻ്റെ പവിത്രതയെ, കേരള സംസ്കാരത്തെ ഒക്കെ നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം സാമ്പത്തികത്തിന് വേണ്ടിയാണ്, പണത്തിന് വേണ്ടിയാണ്. ഇത് മനസ്സിലാക്കുക. ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളികൾ വാരി എറിഞ്ഞ് ഞാൻ നല്ലതാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. വീഴുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കുക. നമ്മൾ ടോയ്ലറ്റിൽ കയറുമ്പോൾ ആദ്യം നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുന്നതിന് മുമ്പ് ആ ടാപ്പൊന്ന് തുറന്നു നോക്കണം, അതിൽ വെള്ളമുണ്ടോ. വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിൽ ഇരിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ സാധിച്ചു കഴിഞ്ഞതിന് ശേഷം ടാപ്പ് തുറക്കുമ്പോൾ വെള്ളമില്ലെങ്കിൽ നാറ്റം ഉണ്ടാവും. അതുപോലെയാണ് ഓരോരുത്തരുടെ അവസ്ഥ ഇന്നത്തെ. ഇത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരുടെ കാര്യമായാലും, ഇത് ചില ജുഡീഷ്യലിൽ ചില ആൾക്കാരുടെ കാര്യമായാലും, എൻ്റെ അടുത്ത് പല കേസുകളും വന്നിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത്ര തരാം അത്ര തരാം അതങ്ങ് കൊടുക്കാൻ. അങ്ങനത്തെ പണി എൻ്റെ കയ്യിലില്ല. ഇത് ഏത് ഡിപ്പാർട്ട്മെൻ്റ് എടുത്തായാലും, വില്ലേജ് എടുത്താലും, താലൂക്ക് എടുത്താലും, ഏത് ഡിപ്പാർട്ട്മെൻ്റ് എടുത്താലും ഇതിലൊക്കെ ചിലരിങ്ങനെ ഇതിലൊക്കെ പെട്ടവരുണ്ട്, പെട്ടുപോയവരുണ്ട്, വിഷമിക്കുന്നവരുണ്ട്, ദുഃഖിക്കുന്നവരുണ്ട്. നാണവും മാനവും ഒക്കെ ഓർത്ത് പലരും പല കാര്യങ്ങൾക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനൊരു പരിഹാരം വേണം. ഏതൊരു മഹാമുനിയുടെ തപസ് വരെ മേനക ഇളക്കി, അങ്ങനെ ഒരു ചരിത്രമുണ്ട് നമുക്കിവിടെ. അപ്പോൾ ഇത് മനസ്സിലാക്കുക, അത് സ്ത്രീകൾക്ക് സാധിക്കും. എല്ലാ സ്ത്രീകളും അല്ല കേട്ടോ. ചില സ്ത്രീകൾക്ക് ഇതിനു വേണ്ടി തന്നെ നടക്കുന്ന ചില സ്ത്രീകൾ, നമ്മുടെ സഹോദരിമാരുണ്ട്, ഇതിനു വേണ്ടി തന്നെ നടക്കണം നമ്മുടെ സഹോദരിമാരുണ്ട്. ചില സഹോദരിമാർ അവർ വിചാരിച്ചാൽ ഏതു വമ്പനെയും തകിടം മറിക്കാൻ സാധിക്കും. അതിന് മെയിൻ ഉദാഹരണമാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ. അപ്പോൾ ഇതൊക്കെ നമ്മളെല്ലാവരും ഈ ഔദ്യോഗിക തലങ്ങളിലിരിക്കുന്ന ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും, ഏത് മന്ത്രി ആയാലും, MP ആയാലും, MLA ആയാലും, നേതാക്കന്മാരായാലും, ആരായാലും എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ നിയമസഭയിൽ ഇതിനൊക്കെ വേണ്ടിയിട്ടൊരു നിയമം പാസ്സാക്കണം. ഇത്രയും പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സംഭവമാണ്, നമ്മളുടെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ, ഒരു ക്ഷേത്രത്തിലെ പൂജാരി,
അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ച ഒരു സീൻ ഈ അടുത്ത് ഞാൻ കണ്ടു. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണത്. സത്യത്തിൽ ഈ നമ്മുടെ കേരളത്തിലെ പോലീസ്, നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്ന് പറയാൻ പറ്റില്ല, അവരെയൊക്കെ കാപാലികരെന്നേ പറയാൻ പറ്റുള്ളൂ. ഇവർ ചെയ്ത പ്രവർത്തനങ്ങൾ ആ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോണ വഴി തന്നെ അദ്ദേഹത്തിൻ്റെ തുണിയെല്ലാം ഉരിഞ്ഞ് അദ്ദേഹത്തിനെ തല്ലി മർദ്ദിച്ച് ആ സ്റ്റേഷൻ്റെ അകത്തുള്ള ഓഫീസിൻ്റെ അകത്ത് കയറ്റിയിട്ട് മാറി ചവിട്ടി തൊഴിച്ച് ഇടിച്ച് അതിക്രൂരമായി ആ മനുഷ്യനെ, ആ ചെറുപ്പക്കാരനെ മർദ്ദിക്കുന്നത് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യയിലൊക്കെ ആണ് ഇതൊക്കെ നടക്കണമെങ്കിൽ ആ പോലീസുകാർക്ക് അടുത്ത സൂര്യോദയം കാണാൻ പറ്റില്ല, അവർ സമ്മതിക്കില്ല. ഇത് കേരളത്തിലായതുകൊണ്ട് ഇത് നടക്കും. അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എന്താ ചെയ്യണ്ടേ? അവരെ സർവീസിൽ നിന്ന് പറഞ്ഞു വിടണം. നമ്മുടെ ബഹുമാനപ്പെട്ട ആരാധനയായ നമ്മുടെ മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സർവീസിൽ നിന്ന് പറഞ്ഞ് പിരിച്ചുവിടുക. ഇത് എത്രയും വേഗം ചെയ്യണം. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യകാലങ്ങളിലൊക്കെ പോലീസ് മർദ്ദനങ്ങൾ നിരവധി ഏറ്റിട്ടുള്ള ആളാണ്. അദ്ദേഹം അങ്ങനെ നിരവധി പോലീസ് മർദ്ദനങ്ങളും പീഡനങ്ങളും അനുഭവിച്ചിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഞാൻ നേരിൽ കണ്ടിട്ടില്ല, അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ക്രൂരമാണ്. അദ്ദേഹം അത് മനസ്സിലാക്കി ഈ പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ഈ കാപാലികരെ, ഈ കാട്ടാളന്മാരെ എത്രയും വേഗം അവരെ പോലീസിൽ നിന്ന് പിരിച്ചുവിടണം. അതാണ് നമ്മുടെ ബഹുമാന മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. സസ്പെൻഷനൊന്നും ഒരു ശിക്ഷയല്ല. അവരെ സർവീസിൽ വേണ്ട. നമ്മുടെ കേരള ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വേണ്ട. അവരെ പറഞ്ഞു വിടുക, പിരിച്ചുവിടുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഏറെ ആദരവോടുകൂടി ഞാൻ പറയുകയാണ്, ഒരു നിമിഷം പോലും അവരെ അധികാരത്തിൽ ഇരുത്താൻ പാടില്ല, അവരെ പിരിച്ചുവിടുക. ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വേറെയുമുണ്ട്. ലക്ഷക്കണക്കിന് രൂപ വെച്ച് ചീട്ടുകളി സംഘത്തിൽ നിന്ന് വേറൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞ് കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ എനിക്കറിയാം, ഒരു റൈറ്റർ. അദ്ദേഹം ആദ്യം ഒന്ന് കല്യാണം കഴിച്ചു, ആ ഭാര്യയെ മണ്ണെണ്ണൊഴിച്ച് കൊന്നതിന് ശേഷം രണ്ടാമത് കല്യാണം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ അപ്പന് ഒരു പലചരക്ക് കടയുണ്ട്, ആ പലചരക്ക് കടയിൽ കഞ്ചാവ് കച്ചവടം നടത്തി അപ്പനെ പോലീസ് പിടിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ കോടതിയിലുള്ള ക്രൈം നമ്പറും CC നമ്പറും ഒക്കെ എനിക്കറിയാം. എനിക്കതെല്ലാം വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തന്നിട്ടുണ്ട്. എന്നോടത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കില്ല. കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹം നന്നാവുമെങ്കിൽ നന്നാവട്ടെ. അദ്ദേഹത്തിന് മാധ്യമങ്ങളിലൂടെ പേര് പറഞ്ഞ് അദ്ദേഹത്തിനെ നാറ്റിച്ചിട്ട് അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും ലാഭം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടത് മേടിച്ച് പോക്കറ്റിലിട്ടേച്ചും ഒരാളെ തേജോവധം ചെയ്യാൻ ഞാനില്ല. അദ്ദേഹത്തിന് കോടതിയാണ് ശിക്ഷ കൊടുക്കേണ്ടത്. അതുമാത്രമല്ല, അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നമ്മളുടെ ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അവരെയൊക്കെ പിരിച്ച് പറഞ്ഞു വിടണം. പോലീസിൻ്റെ സംവിധാനം സംശുദ്ധമാക്കി മാറ്റണം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പോലീസിൽ നിന്ന് എന്തെല്ലാം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിപ്പോഴും പോലീസിനോട് പ്രത്യേക അനുകമ്പയാണ്, താല്പര്യമാണ്. അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് മാത്രമല്ല, അദ്ദേഹം അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എപ്പോഴും ആ സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ഒരു കരുതലും ഒരു സംരക്ഷണവുമുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അന്ന് പ്രവർത്തിച്ച് നടന്ന കാലഘട്ടത്തിൽ എന്നെ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മർദ്ദിച്ചിട്ടുള്ളതാണ്. ആ വേദനകളൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്, ആ നൊമ്പരങ്ങളൊക്കെ ഇപ്പോഴും കിടപ്പുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടൊരു പ്രതികാര ബുദ്ധി അദ്ദേഹം ആരോടും കാണിക്കുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സാണത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അധികാരം കയ്യിലിരിക്കുമ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് പലതും ചെയ്യാൻ സാധിക്കും. പക്ഷെ അത്തരക്കാരോട് അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ലെന്നുള്ളതാണ് സത്യം. നമുക്ക് കാണാൻ കഴിയുന്നതും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്.
അപ്പോൾ ഇത് ജനങ്ങൾ, കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവും ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ CCTV ദൃശ്യം അത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ വേദന തോന്നി. ഇത് ആരായാലും, ഇപ്പം നമ്മളുടെ LDFിലുള്ള സഖാക്കളെ ആയാലും BJPയിലുള്ള സഹോദരങ്ങളെ ആയാലും UDFിലുള്ളവരായ ആരായും ചെയ്യാൻ പാടില്ല ഇത്. നമുക്കിവിടെ ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ പേരിൽ, അത് മാത്രമല്ല, ഈ മർദ്ദനങ്ങളെല്ലാം ഏൽപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കള്ളക്കേസും കൂടി എടുത്തു. ഇത് പോലീസിൻ്റെ ഒരു സ്വഭാവമാണ്. ക്രിമിനൽ സ്വഭാവമുള്ള ക്രിമിനലുകളായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ക്രിമിനൽ കേസും കൂടി എടുത്തു, കള്ളക്കേസ്. പക്ഷെ നിരന്തരമായ നീതിക്ക് വേണ്ടി നിരന്തരമായ പോരാട്ടങ്ങൾ നിയമപരമായി നടത്തി അദ്ദേഹം ആ CCTV ദൃശ്യങ്ങൾ പൊതുസമൂഹത്തിനെയും അധികാരികളെയും കാണിക്കുവാനായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. ആ കുടുംബത്തിന്, അദ്ദേഹവും അനുഭവിച്ച ആ വേദനകൾക്ക് എന്ത് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും? ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മറ്റൊരാളെ തല്ലാൻ എന്ത് അധികാരം ഇരിക്കുന്നത്? ജനമൈത്രി പോലീസ് എന്നല്ലേ പറയണത്? എന്ത് മൈത്രിയാണ്? നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചില സഹോദരിമാരായ പോലീസുകാരും ഉണ്ട്, വനിതാ പോലീസ്. അവരിലും ചിലരുടെയൊക്കെ പ്രവൃത്തി അതിക്രൂരമാണ്. ചില പിക്കറ്റിങ്ങിനും മറ്റേക്ക് ചില നമ്മളുടെ സമരം ചെയ്യുന്ന സഹോദരിമാരോട് ചില പോലീസ് ഉദ്യോഗസ്ഥകൾ കാണിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾക്കുണ്ട് മക്കളും കുടുംബവും കാര്യങ്ങളുമൊക്കെ, നിങ്ങളത് മനസ്സിലാക്കുക. ആരെയും ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല, അതിനുള്ള അധികാരം ആർക്കുമില്ല. നിയമപരമായി നടപടിയെടുക്കാം. നിങ്ങൾ കള്ളക്കേസ് എടുത്തോ, കള്ളക്കേസ് എടുത്താൽ അത് കള്ളമല്ലെന്ന് തെളിയിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. ആ കള്ളക്കേസ് എടുത്തതിന് ബദലായിട്ട് പെറ്റീഷൻ കൊടുത്ത് നിങ്ങളെ പ്രതിക്കൂട്ടിലാക്കി നിങ്ങളെ അകത്താക്കാനുമായിട്ടുള്ള നിയമം ഇവിടെ ഉണ്ട്. ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഈ പോലീസുകാരെഴുതി കൊടുക്കുന്ന കള്ളക്കേസും റിപ്പോർട്ടുകളുമൊക്കെ അതുവഴി തന്നെ അപ്പടി വിശ്വസിച്ചുകൊണ്ട് നിരപരാധികളുടെ പേരിൽ നടപടിയെടുക്കുന്ന സംവിധാനം അവസാനിപ്പിക്കുവാനായിട്ടുള്ള നിയമം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയുടെ അധികാര സമയത്തിന് ആ സമയപരിധിക്കുള്ളിൽ ഉണ്ടാക്കണം, നടപ്പിലാക്കണം. പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മോശമാണ്. നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനാകെ മോശമാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് എത്രയും വേഗം ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. അതങ്ങ് ചെയ്യുമെന്നാണ് കേരള സമൂഹം വിശ്വസിക്കുന്നത്. അങ്ങനെയൊക്കെ സമയം ഇനിയുമുണ്ട്. നമ്മുടെ കർഷകർക്ക് വേണ്ടി, കർഷക തൊഴിലാളികൾക്ക് വേണ്ടി വിദ്യാഭ്യാസം നേടി പഠിച്ചുമൊക്കെ നിൽക്കുന്ന യുവാക്കൾക്ക് കേരളത്തിൽ വളരെ കുറവാണ് ഉള്ളവർക്ക്. അവർക്ക് തൊഴിൽ സൗകര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി, സാധനങ്ങളുടെ വിലക്കയറ്റം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, അമിതമായ ടാക്സും കാര്യങ്ങളുമൊക്കെ അത് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, വിദ്യാഭ്യാസപരമായിട്ടും മറ്റ് ഏത് ഇതെടുത്താലും അവിടെയൊക്കെ യാത്രാക്ലേശങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ, അതുവഴി ജനങ്ങൾ അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. പലതും ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതൊക്കെ ഇതൊക്കെയാണ്. ഞങ്ങൾക്ക് ചെയ്യിപ്പിക്കാനൊന്നും അധികാരമില്ല. ഇങ്ങനെയുള്ള കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് പറയുവാൻ മാത്രമേ സാധിക്കൂ. ആര് അധികാരത്തിൽ വരുന്നു, ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ ഭരിക്കുന്നു, എന്തിനു വേണ്ടി ഭരിക്കുന്നു, അതിൽ ജനങ്ങൾ കണ്ടെത്തുന്ന സന്തോഷം. നമുക്കിവിടെ നമ്മുടെ മുഖ്യമന്ത്രിമാർ പലരും ഉണ്ടായിട്ടുണ്ട്. DK നായനാർ സാറ്, കരുണാകരൻ സാറ്, ഒരുപാട് പേര് നമ്മുടെ കേരളം ഭരിച്ചു പോയിട്ടുള്ളവരാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് പറയുവാനുള്ളത്, അധർമ്മം കാണിക്കുന്നത് സത്യം മനസ്സിലാക്കുക. പരദൂഷണങ്ങളും ആരോപണങ്ങളും ഒക്കെ വരും. അത് അതിൻ്റേതായ രീതിയിൽ മനസ്സിലാക്കി, സത്യം മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോവുക. അപ്പോൾ ഈ നമ്മളുടെ ഗവൺമെൻറ് അങ്ങനെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്
തിരുത്തി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്. ആ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ധർമ്മം അത് ജനങ്ങൾക്ക് കിട്ടുന്നില്ല, ലഭിക്കുന്നില്ല. പറയുമ്പോൾ അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങയെ പ്രതിപക്ഷ നേതാവിനെ തേജോവധം ചെയ്യാൻ വേണ്ടിയല്ല പറയുന്നത്, പോരായ്മകൾ മനസ്സിലാക്കണം. അതുകൊണ്ട് UDF മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഹസൻ സാറിനെ പോലെയുള്ളവരൊക്കെ മനസ്സിലാക്കേണ്ടത്, കെ സുധാകരൻ സാറിനെ വിളിക്കുക, അദ്ദേഹത്തിനെയും കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് കേരളത്തിലെ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോവുക, രാഹുൽ മാങ്കൂട്ടത്തിനെ അദ്ദേഹത്തിൻ്റെ അധികാരത്തിലേക്ക് സസ്പെൻഡ് ചെയ്ത അധികാരം തിരിച്ചേൽപ്പിച്ച് അദ്ദേഹത്തിനെ പാലക്കാട് നിയോജക മണ്ഡലത്തിലേക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് ഏൽപ്പിക്കുക. നിങ്ങളും നല്ലൊരു മാറ്റത്തിന് വേണ്ടി നിങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ നിങ്ങളും ജനങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കും. എല്ലാവരും അവരവരുടെ കഴിവ് കൊണ്ടും അവരവരുടെ ആഢ്യത്വം കൊണ്ടും അവരുടെ കുടുംബ പശ്ചാത്തലം കൊണ്ടൊന്നും അല്ല അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഒരു MPക്കും ഒരു MLAക്കും ഒരു മന്ത്രിക്കുമൊക്കെ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ എന്തെല്ലാം ആനുകൂല്യങ്ങളുണ്ട്, എത്ര ശമ്പളമുണ്ട്, എന്തെല്ലാം സുഖ സൗകര്യങ്ങളുണ്ടെന്നൊക്കെ ജനത്തിനറിയാം. ഇന്നെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അഹങ്കാരത്തിൽ, ആ സുഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ അഹങ്കാരത്തിൽ നിങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ജനങ്ങളുടെ ഇടയിലേക്ക് നിങ്ങൾ അമ്പുകൾ തൊടുത്തുവിട്ടാൽ ആ ജനങ്ങൾ തന്നെ നിങ്ങളെ ഒക്കെ കൈകാര്യം ചെയ്യുന്ന സാഹചര്യം വരും. നമ്മൾ ബംഗ്ലാദേശിലെ കാര്യം അറിയാലോ എല്ലാവർക്കും. അവസാനം ഭരിച്ച് അവിടെ നിന്ന് എല്ലാവർക്കും തുണിയും പൊക്കിപ്പിടിച്ച് വാരിക്കൊണ്ട് ഓടിപ്പോകേണ്ട ഗതികേടുണ്ടായി ബംഗ്ലാദേശിൽ. അവിടുത്തെ പ്രധാനമന്ത്രി ഹസീന ഇന്ത്യയിൽ വന്നാണ് അഭയം പ്രാപിച്ചത്. ജനങ്ങൾ ഇളകി കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയുടെ കൊട്ടാരം വളഞ്ഞ് ആ കിച്ചണിൽ കയറി ജനങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. അവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ ജനങ്ങൾ കയറി കുളിച്ചു. മൊത്തം വളഞ്ഞ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നു. എല്ലാവരും അധികാരം കെട്ടിപ്പിടിച്ച് അഹങ്കാരത്തിലിരുന്ന എല്ലാവരും തുണിയും വാരിക്കൊണ്ട് ഓടേണ്ടി വന്നു. അത് നമ്മളുടെ മുൻപിൽ നഗ്നമായ സത്യമായിട്ട് തെളിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ജനങ്ങളെ അവരുടെ എല്ലാത്തിനും ജനങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ തന്നെ ജനങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ മോശമായ അഭിപ്രായങ്ങളാണ് നമ്മുടെ ജനപ്രതിനിധികളെ സംബന്ധിച്ച് വരുന്നത്. പിന്നെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളെ സംബന്ധിച്ച് എനിക്ക് പറയാനുണ്ട്. ശരിക്കും നിങ്ങൾ ഈ മാധ്യമ ധർമ്മം ശരിക്കും പഠിച്ചിട്ടാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത്? എന്തോ ഒരു കുഴലും ഒരു മെയ്ക്കും രണ്ടുപേരും പുറകിലുണ്ടെങ്കിൽ എന്തും പറയാം, എന്തും ആകാമെന്നുള്ള ആ ശാഠ്യം, ആ നിർബന്ധ ബുദ്ധി കളയണം. പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, സത്യത്തിന് വേണ്ടി നിലകൊള്ളണം. നിങ്ങൾക്കൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ, ഓരോ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരും രാഷ്ട്രീയ പാർട്ടികളോട് ചായ്വുള്ളവരും ആയിരിക്കും നിങ്ങളൊക്കെ. അത് മാധ്യമ പ്രവർത്തനത്തിൽ കാണിക്കരുത്. മാധ്യമ പ്രവർത്തനം അത് നിഷ്പക്ഷമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. ഒരു വാർത്ത നമ്മൾ കൊടുക്കുന്നതും പറയുന്നതും ഒക്കെ സത്യസന്ധമായിരിക്കണം. അതുകൊണ്ടാണ് ഇന്ന് മാധ്യമ പ്രവർത്തന രംഗത്തുള്ള പലരും ക്രിമിനൽ സ്വഭാവമുള്ളവരുണ്ട് എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിമിനൽ സ്വഭാവമുള്ളവരും ക്രിമിനലുകളെ പോലെ പ്രവർത്തിക്കുന്നവരും മാധ്യമ സമൂഹത്തിൽ ഇന്ന് ന്യൂനപക്ഷം ഉണ്ടെന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നമ്മളുടെ മാധ്യമ ലോകം സംശുദ്ധമാകും? അപ്പോൾ നിങ്ങളും സത്യസന്ധമായ കാര്യം എന്താണെന്നറിയാമോ? നീ അളക്കുന്ന കോലിനാൽ നിനക്കും തിരിച്ച് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നോ, മറ്റൊരാളെ വേദനിപ്പിക്കാൻ വേണ്ടി, മറ്റൊരാളെ നശിപ്പിക്കാൻ വേണ്ടി, നമ്മൾ ധനത്തിന് വേണ്ടിയിട്ടോ അല്ലെ മറ്റ് പല ഇതിനും വേണ്ടിയിട്ടോ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിന് അതേ നാണയത്തിൽ 10 മടങ്ങായിട്ട് തിരിച്ച് ലഭിക്കുമെന്നാണ് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. നീ അളക്കുന്ന കോലിനാൽ നിനക്കും തിരിച്ച് ലഭിക്കുമെന്ന്. അപ്പോൾ ആ സാഹചര്യത്തേക്ക് നിങ്ങൾ പോകരുത്. അപ്പം മാധ്യമ രംഗത്തുള്ള വാർത്തകളും പീഡനങ്ങളും കാര്യങ്ങളും കഥകളും കവിതകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതൊക്കെ മാറണം. ആരെപ്പറ്റിയും നമ്മളുടെ വായിൽ കിടക്കുന്ന നാവ് കൊണ്ടൊരു മോശമായ വാക്ക് പറയാതിരിക്കുക.
നമ്മൾ പ്രവർത്തിക്കാതിരിക്കുക. ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്ന് അറിയാമോ? ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണങ്ങൾ നമ്മളുടെ വായിൽ കിടക്കുന്ന നാക്കും നമ്മുടെ പ്രവർത്തനവുമാണ്. ഈ നാവെന്ന് പറയുന്നത് ഒരു കൊടും അഗ്നിയാണ്, തീയാണ്. അതുപോലെ ഈ നാവെന്ന് പറയുന്നത് പഞ്ചാമൃതമാണ്, പായസമാണ്, പാൽപ്പായസം പോലെയാണ് നാവ്. അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട് ഈ നാവിനെ. അപ്പം നാവ് കൊണ്ട് പറയാവുന്ന നല്ല കാര്യങ്ങൾ മാത്രം പറയുക, സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം പറയുക, എല്ലാം മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിന് ശേഷം പറയുക, കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം പറയുക. അല്ലാതെ നമ്മളുടെ നാവ് കൊണ്ട് നമ്മൾ അരുതാത്ത വാക്കുകൾ, മോശമായ വാക്കുകൾ പറഞ്ഞാൽ അത് തിരിച്ച് നിങ്ങൾക്ക് തന്നെ ദോഷമായിട്ട് വരും. അതുപോലെ തന്നെയാണ് പ്രവർത്തികളും. ഒരു കള്ളന് മറ്റൊരു കള്ളനെ പറ്റി പറയാൻ എന്താ അവകാശമിരിക്കുന്നു? ഒരു ക്രിമിനലായ ഒരു ഉദ്യോഗസ്ഥൻ, ഏത് ഉദ്യോഗസ്ഥനുമായിക്കോട്ടെ, ഒരു ക്രിമിനലായ ഒരു ഉദ്യോഗസ്ഥൻ, ക്രിമിനൽ സ്വഭാവമുള്ള ഒരു ഉദ്യോഗസ്ഥന് മറ്റൊരു ക്രിമിനൽ ഉദ്യോഗസ്ഥനോട് അയാളെ പറ്റി മോശം പറയാൻ എന്താ അധികാരമുണ്ട്, അവകാശമുണ്ട്? അപ്പം നീതിമാനായിട്ട് ഇപ്പം ഇവിടെ ആരുമില്ല. അതും വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്, നീതിമാന്മാർ ഒരുവൻ പോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഒരുത്തനുമില്ല. എല്ലാം ഈ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ പരസ്പര ചങ്ങലുകൾ ബന്ധങ്ങളുമായിട്ട് ഇങ്ങനെ കൂട്ടിയിണഞ്ഞ് കിടക്കുകയാണ്. ഒരു നീതിമാനായ ഒരു ന്യായാധിപനെ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണെന്ന് കേരള സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. കുറ്റം ചെയ്ത ആർക്കെതിരെയും നടപടിയെടുക്കാൻ ഇന്ന് ശേഷിയില്ല. എല്ലാവരും കുറ്റം ചെയ്തവരും, എല്ലാവരും പ്രശ്നക്കാരും, എല്ലാവരും ആരോപണങ്ങളിൽപ്പെട്ട് നെട്ടോട്ടം ഓടുന്നവരുമായി മാറിയിരിക്കുന്നു നമ്മളുടെ കേരള സമൂഹം. കേരളത്തിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കേരള സമൂഹത്തിൽ ഇതിൻ്റെ ഇടയിൽ ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് നിലയില്ല കയത്തിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്നത് പോലെയാണ് സാധാരണ ജനങ്ങളുടെ ജീവിതം, പാവപ്പെട്ടവൻ്റെ ജീവിതം, നീതിബോധമുള്ളവരുടെ ജീവിതം. കൈകാലിട്ടടിക്കുകയാണ്. ഒരു കച്ചിത്തുരുമ്പ് പോലും കിട്ടാനില്ല രക്ഷപ്പെടാൻ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറി. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെന്ന് പറയുമ്പോൾ ആ പ്രസ്ഥാനങ്ങളല്ല, ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ ചിലർ കാട്ടിക്കൂട്ടുന്ന കൊള്ളരുതായ്മകളും പേക്കോലങ്ങളും അതിൻ്റെ ഫലങ്ങൾ ഇന്ന് എല്ലാം കണ്ട് ജനങ്ങളിന്ന് കൈകാലിട്ടടിക്കുകയാണ്. എവിടെയാണൊരു ആശ്രയം? എവിടെയാണൊരു ശാന്തി? എവിടെയാണൊരു സമാധാനം? എവിടെയാണൊരു സാന്ത്വനം? എത്ര നേതാക്കന്മാർ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ നേതാക്കന്മാർ നടക്കുന്നത്. വാർഡ് മെമ്പറായാലും ശരി, ബ്ലോക്ക് മെമ്പറായാലും ശരി, മണ്ഡലം പ്രസിഡൻ്റായാലും ശരി, എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നുള്ള ലക്ഷ്യത്തിൽ ചെല്ലുകയാണ്. കലക്കി മീൻ പിടിക്കണം. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ. ഇന്ന് നമ്മളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സിനിമയും ഏതാണ്ട് ഈക്വലാണ്. രണ്ടും ഒരേ സ്വഭാവ നാണയത്തിലാണ് പോകുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ എത്ര നാളിങ്ങനെ പോകാൻ പറ്റും? എങ്ങനെ ഇത് നമുക്ക് എവിടെ ചെന്ന് അവസാനിക്കും? ഇതൊക്കെ ഓരോരുത്തരും എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഓരോ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്നിനും ഒരു ശാശ്വത പരിഹാരമില്ല. എല്ലാം പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? അതുകൊണ്ട് ഞാൻ ഈ ഷോ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ എടുത്തിരിക്കുന്ന നടപടി അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്ത അധികാരത്തിലേക്ക് അദ്ദേഹത്തിനെ തിരിച്ചെടുക്കുക, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലേക്ക് ഏൽപ്പിക്കുക. അവിടുത്തെ ജനങ്ങൾ വേണ്ട സംരക്ഷണം കൊടുത്തോളൂ. രണ്ടാമത്, ഇന്ന് UDFയിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് നമ്മളെ വീണ്ടും നമ്മുടെ കെ സുധാകരൻ സാറിനെ വീണ്ടും രംഗത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ കോൺഗ്രസ് പ്രസ്ഥാനവുമായിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു സാഹചര്യം
UDF ഹസൻ സാറിനെ പോലെയുള്ളവർ മുൻകൈയെടുത്ത് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം. അദ്ദേഹം ഇന്ന് രാഷ്ട്രീയത്തിൻ്റെ UDFിലെ ഒരു ശക്തനായ നേതാവാണ്. അദ്ദേഹം എവിടെയും മാറിയിരിക്കേണ്ട ആളല്ല. അദ്ദേഹം രംഗത്തേക്ക് വരണം. അദ്ദേഹം വന്നു കഴിയുമ്പോൾ വീണ്ടും UDF ശക്തി പ്രാപിക്കും. ഇത് മൂന്നര തരമാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാത്തിനും ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ LDF ഇനി ഈ സാഹചര്യവശാൽ UDFിന് അധികാരം കിട്ടിയെന്നിരിക്കട്ടെ, ഇപ്പോൾ തന്നെ 6 ലക്ഷം കോടിയിലധികം കേരളം കടമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ LDFിൻ്റെ സമയപരിധി കഴിയുമ്പോഴത്തേക്കും ഏതാണ്ട് അതിന് മുകളിൽ പോകും. 7 ലക്ഷം കോടിയോളമൊക്കെ കടം വരുമെന്ന്, 4000 കോടി 5000 കോടിയൊക്കെ ഇപ്പോൾ എടുത്തു കഴിഞ്ഞെന്ന് കേൾക്കുന്നുണ്ട്. ഇത്രയും ഭീമമായ പണം ഈ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ വീട്ടും? നമ്മുടെ UDF ഗവൺമെൻറ്റാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ, നമുക്കിപ്പോൾ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല, വരുന്നതെങ്കിൽ ഇതെങ്ങനെ കൈകാര്യം ചെയ്യും? കേസും പുകിലും കുട്ടീശ്വരവുമായിട്ട് 5 കൊല്ലം അതിൻ്റെ പുറകെ പോകും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഈ കടങ്ങൾ, ജനത്തിൻ്റെ തലയിൽ വെച്ചിരിക്കുന്ന ഈ കടങ്ങൾ ഏത് തരത്തിൽ വീട്ടും? എങ്ങനെ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും? ഇതും ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പരിഹാരം ഉണ്ടായിക്കൊണ്ടിരിക്കും, നടത്തും. അപ്പോൾ ഒന്നല്ലെങ്കിൽ സുധാകരൻ സാറിനെ പോലെയുള്ളവരെ രംഗത്ത് വിളിച്ചുകൊണ്ട് UDFിൽ അദ്ദേഹത്തിനെയും കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം എത്രയും വേഗം ഉണ്ടാക്കി UDF ശക്തമായിട്ട് മുന്നോട്ട് പോവുക. അത് പറ്റിയില്ലെങ്കിൽ വീണ്ടും LDF തന്നെ അധികാരത്തിൽ വരണം. കാരണം അവർ വരുത്തിയിട്ടുള്ള കടങ്ങൾ ഏത് തരത്തിൽ എങ്ങനെയാണെങ്കിലും അതിന് അവർ തന്നെ പരിഹാരം ഉണ്ടാക്കണം. അതവരുണ്ടാക്കിക്കൊള്ളും. അപ്പോൾ ഇതെല്ലാം തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ആര്? പ്രതിപക്ഷം. പ്രതിപക്ഷമാണ് ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത്. ഏത് ഗവൺമെൻറ് വരണം വരാതിരിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. അത് ജനങ്ങൾ വിധിയെഴുതും. അതെന്തുമായിക്കൊള്ളട്ടെ. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം ശക്തമായ രീതിയിൽ അത് വിനിയോഗിക്കുക. ഭരണപക്ഷം അവരുടേതായ ഉത്തരവാദിത്വം അവരും വിനിയോഗിക്കുക. ഇതെല്ലാം മനസ്സിലാക്കി കണ്ട് ജനങ്ങളുടെ ഉത്തരവാദിത്വം അടുത്ത തിരഞ്ഞെടുപ്പിൽ എങ്ങനെ വേണമെന്ന് ജനങ്ങളും വിധിയെഴുതുക. ഇതിൽ അതുമാത്രമേ പറയാനുള്ളൂ. കാരണം ഇനിയും ജനങ്ങളെ നിരാശരാക്കാതെ വിഷമിപ്പിക്കാതെ നിങ്ങളെല്ലാവരും ദൈവത്തെ വിചാരിച്ച് അധികാരവും, അത് നമുക്കെല്ലാവർക്കും ദൈവം തരുന്നതാണ് ഈ അധികാരം. ആ അധികാരം നമ്മൾ നെഞ്ചോട് ചേർക്കണം. അത് ജനങ്ങൾ നൽകിയിട്ടുള്ള അധികാരമാണ്. ആ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് നിർത്തി ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഒത്തൊരുമയോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കണം, ഭരിക്കണം. അത് ഏത് ഗവൺമെൻറ് വന്നാലും ഒത്തൊരുമയോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കും, ഭരിക്കും എന്നെല്ലാം വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ വളരെ നിരാശയോടുകൂടി ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിലുള്ള കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സും ശരീരവും വളരെ വിഷമിച്ചിരിക്കുകയാണ്. എങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മയുണ്ടാവട്ടെ, ശാന്തി ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.